എന്തൊക്കെയാണ് ഈ ചങ്ങായി പറയണത്? മഴ കുടക്കുട മഴ പെയ്താൽ പെയ്തു, അച്ചിക്കുള്ള നിറഞ്ഞു, അതിലൊരു തവള പെക്രോ പെക്രോ. ഏതല്ല വേറെ അതിന്റെ ഡ്രൈവർ ആരായിരുന്നു വണ്ടി ഓട്ടിയത്? സീറ്റിൽ അമർന്ന് കിടക്കിയാലേ രാത്രി പോകുന്നു. രാത്രി പോകുന്നു. ആയില്ല, രാത്രി പോകുന്നു. ആൾക്കാർ വിചാരിച്ചിട്ട് നമ്മൾ തെറ്റി പോകുന്നു. നമ്മൾ എങ്ങോട്ട് പോകുന്നു? എന്തിനു പോകുന്നു? പാലത്തിലേക്ക് പോകുന്നു. എന്തിനാണ് പാലത്തിലേക്ക് പോകുന്നത്? കേച്ചർപ്പില്ല. എന്താണ്? അതെല്ലാ പുയുവിന്റെ പേരില്ല. അത് മറ്റേ പുയുല്ലേ? ഏതാണ്? പരുത്തിപ്പുയോ സിൽക്ക് പുയോ എന്തോ പറയില്ലേ? പട്ടുനൂൽ പുയോ. അതിനാണ് പേര് പറയാ. അപ്പൊ പല പുയു, ഓരോ പുയു ഓരോ പേരുണ്ടാവും. നമ്മളെല്ലാത്തിനും പുയു പുയു പറയേണ്ടി വിചാരിച്ച് നമ്മള് എല്ലാ പൂച്ചക്കും കാറ്റീന്നല്ലേ പറയണേ. അങ്ങനെ പറയില്ല. പുഴുക്കളിൽ പല വർഗ്ഗങ്ങളില്ല. നമ്മൾ എല്ലാ മൃഗത്തിലും കയറ്റുന്നാണോ പറയണേ? എല്ലാ ആനിമൽസിനും നമ്മൾ കയറ്റുന്നാണോ പറയണേ? അതാണ് മാറ്റം. മറ്റേ ഇൻസെക്ട് അങ്ങനത്തെ ആണെങ്കിൽ എല്ലാ പുയുവിനും നമ്മൾ കയറ്റുന്നല്ലേ പറയണേ. എല്ലാ പുയുവിനും കയറ്റുന്നോ? അല്ലല്ല, എല്ലാ പൂച്ചക്കും നമ്മൾ കയറ്റുന്നല്ലേ. പൂച്ച ഒരു അനിമൽ അല്ലേ? അപ്പൊ എല്ലാ അനിമലും നമ്മൾ കയറ്റത് പറയണ്ടോ? അനിമലിൽ പെട്ട ഒരു വിഭാഗമാണ് കാറ്റ്. അല്ല, ഈ പുയു അനിമലിലാണ് പെടുക, പ്രാണികളിലാണ്? പ്രാണികള്. അപ്പൊ പാറ്റൊരു പ്രാണിയല്ലേ? പക്ഷെ എല്ലാത്തിനും നമ്മൾ കാറ്റർപില്ലർ എന്ന് പറയണില്ലല്ലോ. ഇല്ല, പറയില്ല. കാറ്റർപില്ലറിനെ നമുക്ക് ഓരോ വസ്തുവിനും ഓരോ പേരില്ലേ? അതേമാതിരി തന്നെ എല്ലാ പൂച്ചകൾക്കും കാറ്റ്. എന്തൊക്കെയാണ് ഈ ചങ്ങായി പറയണത്? നമ്മുടെ കുട്ടിയെ എന്തൊക്കെയാണ് പറ്റി പറയണത്? ഒരു അന്തും കുന്തും ഇല്ലാത്തൊരു പച്ചി കണ്ണാണ്ടില്ല. അമ്രിക്കുട്ടി ചോദിച്ചോ കോമഡി? അമ്രിക്കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഫുള്ള് മുടന്തേനി. അമ്രിക്കുട്ടി ഫുള്ള് മുടന്തേനി. പിന്നെ ഓക്ക് മുട്ടായി വാങ്ങി തരില്ലേ ചോദിച്ചു. മുട്ടായി വാങ്ങി തരാന്ന് പറഞ്ഞപ്പോ എന്റെ അമ്രിക്കുട്ടിയായിട്ട് ഉഷാറായി അല്ലേ? അമ്രിക്കുട്ടിന്റെ ഒരു സൈക്കോളജി. അമ്രിക്കുട്ടിക്ക് ഏത് മുട്ടായിയാ വേണ്ടിയത്? പറയണ കേക്കുന്നില്ല. ഏതായാലും മതി. ഓക്കെ, നമ്മള് മഴയത്ത് പോവല്ലേ മുത്തേ? ഈ മഴക്ക് പറ്റിയ നല്ല ചാറ്റൽ മഴയാണ്. അപ്പൊ ഈ മഴക്ക് പറ്റിയ നല്ലൊരു പാട്ട് പാടി മഴയത്ത് പോകാൻ പറ്റിയ അങ്ങനെ ഇഷ്യോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഈ പൂപ്പിന്റെ പരസ്യം എനിക്ക് തോന്നുന്നുണ്ട്. മഴ കുട മഴ വന്നാൽ പൂപ്പിക്കുട പൂപ്പിക്കുടന്റെ പരസ്യമായിരുന്നു അല്ലേ? വേറെ ഇതില്ലേ മുത്തേ? പെരുമഴ പെയ്തു, അച്ചിക്കുള്ള നിറഞ്ഞ വാട്ടറുണ്ടോ? അതിലൊരു തവള പെക്രോ പെക്രോ. ഒന്നുകൂടി വേറെ പാട്ടില്ല അമ്പിക്കളില്ല മുത്തേ? വേറെ പാട്ട് പെരുമഴ പെയ്തു, അച്ചിക്കുള്ള നിറഞ്ഞു, അതിലൊരു തവള പെക്രോ പെക്രോ. കേക്കണ്ടോ? ഇമ്മച്ചിക്ക് എന്താ ഇമ്മച്ചിന്റെ ഓരോ കലാവാസനകളല്ലേ? ഇനിയൊരു പാട്ട് കൂടി മുത്തേ. എന്ത് ചെയ്യത് മുത്തേ? പെരുമഴ പെയ്തു, എന്തൊരു മതിനോ? അച്ചിക്കുള്ള നിറഞ്ഞു, അതിലൊരു തവള. വേറെ ഒരു പാട്ടില്ലേ മുത്തേ? ഈ പാടി പാട്ടല്ലേ? ഏതല്ല വേറെ എന്റെ റോഡല്ലടി. വേറെന്തോ ഒരു പാട്ടില്ലേ, ഞാൻ മറന്നുപോയി. അത് എനിക്ക് നല്ല അറിയേനി. ഷടാ, മറന്നുപോയി. കഴിഞ്ഞ പ്രാവശ്യം മയക്കല്ലേ ഞാൻ ചിറാപ്പൂഞ്ചി. കഴിഞ്ഞ പാടേ വരി അറിയണോ മുത്തേ? വെച്ചോ തന്നെ അറിയണോ? നിക്കോ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ പോകണുണ്ടോ? ഞാൻ ഷോപ്പിൽ നിന്ന് പോരുമ്പല്ലേ നമ്മുടെ വണ്ടി ആക്റ്റീവ ശ്രദ്ധിച്ചു. നമുക്കൊരു അത്യാവശ്യത്തിന് ഞാൻ പോരണല്ലോ. ഒരു 5 മിനിറ്റ് നേരത്തെ എത്തേണ്ടേ. ഞാൻ മറ്റേ സ്ഥലല്ലേ ആലഞ്ചോടിന്റെ 1-ാം മൈൽ വളപ്പംകുണ്ടി, അവിടുന്ന് വണ്ടിയുടെ ലോക്കായി. വണ്ടി പെട്ടെന്ന് മിസ്സിംഗ് എന്നാണ് വണ്ടിയുടെ ഓഫാണ് റണ്ണിങ്ങിന്റെ ഇടയിൽ.
പിന്നെ ഞാൻ കുറെ ഷെൽഫ് അടിച്ചടിച്ചടിച്ച് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇവിടുന്ന് താഴോട്ട് വർക്ക്ഷോപ്പൊക്കെ കൊണ്ടുപോയി വരും, ഞാൻ എനിക്ക് വിളിക്കട്ടെ, ഇനി നാളെ പോവാന്ന് പറഞ്ഞ് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിങ്ങനെ നിൽക്കേനി. അതില് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഷെൽഫ് അടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ, ഷെൽഫ് മാത്രം അടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് കുറച്ചു നേരം അങ്ങനെ വണ്ടി ഇങ്ങനെ സ്മൂത്തിൽ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഇട്ട് പിന്നെ ആക്സിലേറ്റർ എടുത്തപ്പോ വണ്ടിയാണ് ഓടി. അങ്ങനെ ചതിക്കാറില്ല നമ്മളെ വണ്ടികൾ. ആക്റ്റീവ് ഇതുവരെ ചതിച്ചിട്ടില്ല. ആക്റ്റീവ് ആയിട്ട് ചതിച്ചാണ് എവിടുന്ന് രാത്രി ടയർ പഞ്ചറായി. ടയർ പഞ്ചറായതല്ല, ഇത് എത്ര എന്ത് ഷെൽഫ് അടിച്ചിട്ട് അതിന്റെ കാര്യം പറയണ്ട. അത് വണ്ടി ഓഫ് ആയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതിന്റെ ഡ്രൈവർ ആരായിരുന്നു വണ്ടി ഓട്ടിയത്? വണ്ടി അമ്രിക്കുട്ടിയെ അന്ന് വണ്ടി ഓഫ് ആയി അറിയില്ല അമ്മച്ചി. അന്ന് വണ്ടി ഓട്ടി ആരാറിയോ? അമ്രിക്കുട്ടിയെ മുത്തേ അത് ഉമ്മച്ചി വണ്ടി ഓട്ടുമ്പോ വണ്ടി ഓട്ടുകയല്ല, വണ്ടി പഠിക്കാണ്. പക്ഷെ പഴയ വണ്ടിയല്ലേ, അപ്പൊ ഐശ്വര്യം എന്ത് ചെയ്യും കുറച്ചൊന്ന് ഓട്ടും, എന്നിട്ടൊന്ന് വണ്ടി നിർത്തും, പിന്നെ ഒന്ന് ഓഫാക്കും. അങ്ങനെ നമ്മളെ ഇടുക്കലോണ്ട് വണ്ടി പിന്നെ എന്ത് ചെയ്ത് ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ ഓട്ടണ്ടാറാണ്ട് വണ്ടി കുറച്ചു നേരം റെസ്റ്റ് എടുത്തതാണ്. സ്റ്റാർട്ടാക്കുക ഓഫാക്കുക, സ്റ്റാർട്ടാക്കുക ഓഫാക്കുക. ഞാൻ വണ്ടി ഒന്നും എടുക്കും. ഞാൻ അന്ന് കാലും കൂടി കുത്താതെ ഓട്ടാൻ പഠിച്ചില്ല. ഞാൻ തുടക്കാണ് ഫസ്റ്റ് എടുക്കാണ്. എന്നിട്ട് ഒന്നാണ്ട് എടുക്കും, അപ്പൊ തന്നെ കാല് കുത്തിയാണ് വണ്ടി ബ്രേക്ക് കുടിച്ച് നിർത്തും. അങ്ങനെ നമ്മൾ എങ്ങോട്ടാ പോണത് അത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞല്ലോ കാച്ചർ പില്ലറിനെ വാങ്ങാൻ. ദീദികളുണ്ട് കാച്ചർ പില്ലർ ഉണ്ടാക്കി വെച്ചിട്ട്. അമ്രിക്കുട്ടിക്ക് ഫ്ലൈറ്റ് കാച്ചർ പില്ലർ ദീദികൾ 3 ദിവസമായി ഇരുന്ന് ഉണ്ടാക്കണേ. അതിന്റെ 2 ദിവസം ഒരു കാച്ചർ പില്ലമേ ഇരുന്നേ. ഒരു വെള്ളമൊക്കെ പാർന്ന് പേപ്പറൊക്കെ കുഴച്ച് ഉണ്ടാക്കാതിരുന്നേ. അത് അട്ടർ ഫ്ലോപ്പായി. അത് ഉണങ്ങണില്ല. സത്യം പറയട്ടെ, നമ്മളെ സ്കൂൾ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളെ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഇതൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ. ഇവർക്കൊക്കെ നല്ല കാച്ചർ പില്ലറിനെ ഇവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കണത്തെ. അമ്പിക്കുട്ടി ഉറങ്ങുന്നുണ്ട് കേട്ടോ, അമ്പിക്കുട്ടി ഉറങ്ങുന്നുണ്ട്. അപ്പൊ അമ്പിക്കുട്ടി ഉറങ്ങി കഴിഞ്ഞാല് രീതിയിൽ ഉണ്ടാക്കിയ കാച്ചർ പില്ലറിനെ കാണൂല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് കാണാം. അമ്പിക്കുട്ടി ഉറങ്ങിയോട്ടെ. അമ്പിക്കുട്ടി ഉറങ്ങുക. അമ്പിക്കുട്ടിക്ക് ചെറിയ സുഖല്യായ്മ ഉണ്ട് തോന്നുന്നുണ്ട്. അമ്പിക്കുട്ടിക്ക് ഉറക്ക് വന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ചാല് അമ്പിമോള് എല്ലാ ദിവസവും ഇപ്പൊ സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ സ്കൂൾ തുറന്നാലും അമ്പിക്കുട്ടി നേരത്തെ ഉറങ്ങലുണ്ട്. നമ്മളെ സംഭവം കാണുന്നില്ല. അതിനെന്ത് ചെയ്യണം? ലൈറ്റ് ഇടണം. അപ്പൊ അമ്രിക്കുട്ടി എന്നും ഉറങ്ങുന്നത് കൊണ്ട് അമ്രിക്കുട്ടി ഉറങ്ങുന്ന ടൈം കഴിഞ്ഞു. അപ്പൊ അമ്രിക്കുട്ടി ഉറക്കി ഇങ്ങനെ പിടിച്ചു വെച്ച് ഉറക്കി വന്ന് ഇങ്ങനെ കാറ്റർപില്ലർ വാങ്ങാനും വേണ്ടിട്ട് ഇങ്ങനെ പോവാണ്. കാറ്റർപില്ലറിനെ കാണാനുള്ള ആഗ്രഹത്തിന്റെ പുറത്തിരിക്കും. പോക്ക് പോയാലും അമ്രിക്കുട്ടി കാറ്റർപില്ലർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ എത്താനായല്ലോ. വളരെ തുച്ഛമായ ദൂരം കൂടെ ഉള്ളൂ അല്ലേ? വളരെ കുറഞ്ഞ ദൂരം. അമ്രിക്കുട്ടി വെള്ളം ചാടുന്ന കണ്ടേ? ആയിട്ടില്ല. എപ്പോ ഈ ഇറക്കണ്ട് കഴിഞ്ഞാല് നമ്മള് കുഴപ്പമില്ല. അതൊന്നും പ്രശ്നമുള്ള രാത്രി എന്താ വൈബലമുത്തേ? അമ്രിക്കുട്ടി വെള്ളം ചാടുന്നു. അല്ല അമ്രിക്കുട്ടി അമ്രിക്കുട്ടിക്ക് കാണുവാറില്ല. ഇരുട്ടാലേ മുത്തേ. നമുക്ക് ഇവിടെ ലൈറ്റ് ഒക്കെ ഇന്നലെ മിഞ്ഞാന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ചെറുതായിട്ട് കാണുന്നുണ്ട്. കണ്ടില്ലേ? സൂപ്പർ ആലത്തെ സൂപ്പർ അല്ലേ? നോക്കിയാ കാറ്റർപില്ലർ എങ്ങനെയുണ്ട്? സൂപ്പറാ. ഇഷ്ടായോ? കാറ്റർപില്ലർ വണ്ടിന്റെ ബാക്കിലുണ്ടോ? നോക്കിയാ സീറ്റിൽ അമർന്ന് കിടക്കിയാലേ. അമ്മക്ക് ഇഷ്ടായോ? നല്ല ഇഷ്ടായി. കാറ്റർപില്ലർ അവിടെ അമർന്ന് കിടക്കണേ ചോദിക്കാ അമ്രിക്കുട്ടിയെ ഉണ്ടോ? അമ്രിക്കുട്ടിക്ക് സംഭവത്തില്ലേ ചെറുതായിട്ട് ഉറക്ക് വരും. ഉറങ്ങുണ്ടോ? ഉറങ്ങാത്തത് നമുക്ക് ഈ വണ്ടി ബാക്കിൽ വെയിറ്റ് വെക്കണം. മുന്നിൽ മാത്രം ലൈറ്റ് ഫിറ്റ് ചെയ്താണ്ട് നമ്മൾ അമ്രിക്കുട്ടിക്ക് മിഠായി ഒക്കെ വാങ്ങി നമ്മൾ വേഗം വീട്ടിൽ പോയി വേഗം ഇറങ്ങി. അമ്രിക്കുട്ടിക്ക് രാവിലെ 2 ദീദികളെ ഒന്ന് ചോദിച്ചപ്പോ 2 തന്നെ. ഇങ്ങനത്തെ ദീദികളാണ് എന്റെ അമ്രിക്കുട്ടിക്ക്. എന്താ ചെയ്യാ അങ്ങനെ ആയാല്? കൊണ്ടേക്കോ. വീട്ടിൽ വെച്ചിട്ട് എന്താ കാര്യം? അല്ല 2 കൊണ്ടേക്കോ. അപ്പോഴാണ് ടീച്ചർ അമ്രിക്കുട്ടിക്ക് വെരി ഗുഡ് തരാം. അമ്രിക്കുട്ടിന്റെ നോട്ടിലൊക്കെ ടീച്ചർ തരില്ലേ വെരി ഗുഡ്?
രണ്ട് പോയി കൊണ്ടോടേക്ക് ആ വെരിക്കുട്ടി സ്റ്റിക്കറൊക്കെ കിട്ടും. വാങ്ങി ഇനി വീട്ടിൽ പോയിട്ട് കടിഞ്ഞു തുടങ്ങിയല്ലേ? കാറ്റർപില്ലറൊക്കെ കൊണ്ട് വേഗം പോവാണല്ലേ നമുക്ക്. അപ്പൊ ഗൈസ് ഓക്കെ, അമ്രിക്കുട്ടിക്ക് നല്ല ഉറക്കുണ്ട് ഗൈസ്. അതാണ് അമ്രിക്കുട്ടി ഒന്ന് ആക്റ്റീവ് അല്ലാത്തത് അല്ലേ അമ്രിക്കുട്ടിയെ? അല്ലേ? അപ്പൊ നമ്മുടെ അയ്മക്കുട്ടിയും നമ്മളും മിഠായി വാങ്ങി ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. നാളെ ഞങ്ങൾ കാറ്റർപില്ലറും കൊണ്ട് സ്കൂളിലേക്ക് പോകാനുള്ളതാണ്. ഓക്കെ, ബൈ ബൈ. ബൈ. See you. ബൈ പറഞ്ഞ. ബൈ ബൈ. See you. Bye. ബൈ.